കുട്ടികൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. സാധാരണ കാരണങ്ങൾ: ചില ശീലങ്ങൾ, ഭക്ഷണത്തിനു മുമ്പ് പാൽ കൊടുക്കുന്നത്, ഇത് കുട്ടികളുടെ വിശപ്പ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പാൽ ഒരു പ്രധാന ഭക്ഷണമായി നൽകാതിരിക്കുകയും അളവിൽ കൂടുതൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുക. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത്, ഇത് കുട്ടികളിൽ വിശപ്പില്ലായ്മ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ്. പോഷകസമൃദ്ധമായ പ്രാതൽ കുട്ടികൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. മാനസിക കാരണങ്ങൾ: പരീക്ഷ, പഠിത്തം എന്നിവയുടെ ഉത്കണ്ഠ വിശപ്പില്ലായ്മയ്ക്ക് കാരണമാകാം. ദുഃഖം, വിഷാദം, അസ്വസ്ഥത അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള വൈകാരികാവസ്ഥകൾ വിശപ്പ് കുറച്ചേക്കാം. ഭക്ഷണരീതി: ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ തയ്യാറാക്കി നൽകാത്തത്. പഴങ്ങളും പച്ചക്കറികളും ചേർത്ത സാലഡ്, ജ്യൂസ് എന്നിവ നൽകാത്തത്. ആരോഗ്യപരമായ കാരണങ്ങൾ: ചില മരുന്നുകൾ പാർശ്വഫലമായി വിശപ്പില്ലായ്മ ഉണ്ടാക്കാം. വിളർച്ച, രക്തക്കുറവ്, വിരശല്യം, ന്യൂമോണിയ, ഹൃദയരോഗങ്ങൾ, ലുക്കീമിയ, അപൂർവമായി ടോൺസിലൈറ്റിസ്, തൊണ്ടയിലെ അണുബാധ, അസിഡിറ്റി, ഇൻഫന്റ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ്. ദന്തപ്രശ്നങ്ങൾ: പല്ല് മുളക്കുന്ന സമയത്തോ ദന്തക്ഷയം, പല്ല് ദ്രവിക്കൽ ഉള്ളപ്പോഴോ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. വളർച്ചയുടെ ഘട്ടങ്ങൾ: 2 മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികളിൽ വിശപ്പില്ലായ്മയും ഭക്ഷണം കഴിക്കാനുള്ള മടിയും സാധാരണമാണ്. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിലും ഇത് സാധാരണമാണ്, കാരണം അവർക്ക് ആവശ്യമായ പോഷകങ്ങൾ മുലപ്പാലിലൂടെ ലഭിക്കുന്നുണ്ട്. എപ്പോൾ ഡോക്ടറെ കാണണം? കുട്ടിക്ക് ആവശ്യത്തിന് വളർച്ച, തൂക്കം, ഉത്സാഹം എന്നിവയുണ്ടെങ്കിൽ വിശപ്പില്ലായ്മ ഗൗരവമായി എടുക്കേണ്ടതില്ല. എന്നാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മയോടൊപ്പം ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിളർച്ച, രക്തക്കുറവ്, വിരശല്യം എന്നിവയുടെ ലക്ഷണങ്ങൾ: അമിതമായ ക്ഷീണം, ഭാരക്കുറവ്, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, നെഞ്ചുവേദന, തുടർച്ചയായ പനി 2 ആഴ്ചയിലധികം അല്ലെങ്കിൽ വർഷത്തിൽ 6 തവണയിലധികം, വിട്ടുമാറാത്ത ചുമ, വിശദീകരിക്കാനാകാത്ത ശരീരഭാരം കുറയുകയോ വളർച്ച മുരടിക്കുകയോ ചെയ്യുന്നത്. കുട്ടികളിലെ വിശപ്പില്ലായ്മ ഒരു സാധാരണ പ്രശ്നമാണ്. പലപ്പോഴും ഇത് ഗുരുതരമായ ഒരു അവസ്ഥയുടെ സൂചനയാകണമെന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യുന്നത് പ്രധാനമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാനായി വെൽത്ത് ഓഫ് നോളജ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം.